ഹായ് സ്റ്റുഡൻസ്, ഫോർത്ത് സ്റ്റാൻഡേർഡ് EVSലെ ആദ്യത്തെ ചാപ്റ്ററാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. ഓർഗാനിസംസ് ആൻഡ് സറൗണ്ടിങ്സ്. ഓർഗാനിസംസ് എന്ന് പറഞ്ഞാൽ ജീവജാലങ്ങളും അവയുടെ ചുറ്റുപാടും, അതാണ് ചാപ്റ്ററിൻ്റെ പേര്. ആദ്യമായിട്ട് അവിടെ എന്താണ്, ഒരു ചെറിയ ഡയറി കുറിപ്പ് പോലെ കൊടുത്തിട്ടുണ്ട്. ടുഡേ വി സെലക്റ്റഡ് എ വാട്ടർ ലില്ലി പോണ്ട് ഫോർ എൻവിറോൺമെൻറ്റൽ ഒബ്സർവേഷൻ. ഇന്ന് ഞങ്ങളൊരു വാട്ടർ ലില്ലിയൊക്കെ ഉള്ളൊരു കുളമാണ് എൻവിറോൺമെൻറ്റൽ ഒബ്സർവേഷന് വേണ്ടി, നിരീക്ഷണത്തിന് വേണ്ടി സെലക്ട് ചെയ്തത്. വി ട്രാവൽഡ് അലോങ് ദ എഡ്ജ് ഓഫ് ദ പാഡി ഫീൽഡ് ആൻഡ് റീച്ച് ദ ബാങ്ക് ഓഫ് ദ പോണ്ട്. പാഡി ഫീൽഡിൻ്റെ വരമ്പുകളിലൂടെ നടന്നിട്ട് എന്താണ്, ആ ഒരു പോണ്ടിൻ്റെ അടുത്ത് എത്തുകയാണ് അവർ. ഫ്രം ദ ഷെയ്ഡ് ഓഫ് എ ട്രീ ഓൺ ദ ബാങ്ക് വി ഒബ്സർവ് ദ പോണ്ട്. ഒരു മരത്തിൻ്റെ തണലിൽ നിന്നുകൊണ്ട് ആ ഒരു കുളക്കരയിൽ നിന്നിട്ട് അവരെന്താണ്, കുളം നിരീക്ഷിക്കുകയാണ്. വി ഒബ്സർവ് ദ പോണ്ട്. ദ വാട്ടർ വാസ് ക്രിസ്റ്റൽ ക്ലിയർ. നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളമായിരുന്നു. വാട്ടർ ലില്ലീസ് വർ ഫുൾ ഇൻ ബ്ലൂം. ഒരുപാട് വാട്ടർ ലില്ലീസ് എന്താണ് അവിടെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. വി നോട്ടീസ്ഡ് വേരിയസ് അക്വാട്ടിക് പ്ലാന്റ്സ്, മോസസ് ആൻഡ് ഫാളൻ ലീവ്സ് ഓൺ ദ വാട്ടർ. വാട്ടറിൽ അവർ കണ്ട കാര്യങ്ങളാണ്. വാട്ടറിൽ ഉള്ള ഒരുപാട് പ്ലാന്റ്സ് ഉണ്ടായിരുന്നു, മോസസ് പായലുകളുണ്ടായിരുന്നു, പിന്നെന്താ, ഒരുപാട് കരിയിലകളൊക്കെ ആ വെള്ളത്തിൽ ചാടിക്കിടക്കുന്നുണ്ടായിരുന്നു. ഗ്രാസസ്, വൈൻസ് ആൻഡ് ഷ്രബ്സ് വർ ഗ്രോയിങ് അലോങ് ദ ബാങ്ക് ഓഫ് ദ പോണ്ട്. അതുപോലെ തന്നെ കുളത്തിൻ്റെ കരയിലായിട്ട് ഒരുപാട് പുല്ലുകളും കുറ്റിച്ചെടികളും ഒക്കെ വളർന്നു നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിക്ചറിൽ കാണാം ഇവർ പോണ്ട് ഒബ്സർവ് ചെയ്യാൻ പോയത്. അതിനെക്കുറിച്ചാണ് ആ ഡയറി കുറിപ്പിൽ എഴുതിയിട്ടുള്ളത്. There were birds, squirrels, chameleons, spiders, ants and other small organisms on the jamun tree near the pond. ഇനി പോണ്ടിൻ്റെ അടുത്തായിട്ടൊരു ജാമുൻ ട്രീ ഉണ്ടായിരുന്നു, ഒരു ഞാവൽ മരം. അതിലുണ്ടായിരുന്ന അനിമൽസിൻ്റെ പേരുകൾ ബേർഡ്സ്, സ്ക്വിറൽസ്, ഷാംലിയൻസ്, സ്പൈഡർ, ആൻഡ്, അങ്ങനെ ചെറിയ ചെറിയ ഒരുപാട് ഓർഗാനിസംസ് ഉണ്ടായിരുന്നു. There was plenty of fish in the pond. കുളത്തിലാണെങ്കിലും ഒരുപാട് ഫിഷ് ഉണ്ടായിരുന്നു. They occasionally came to the surface and opened their mouths. ആ ഫിഷ് എന്താണ്, ഇടയ്ക്ക് വാട്ടർ സർഫസിൽ വന്നിട്ട് അവരുടെ മൗത്ത് ഓപ്പൺ ചെയ്ത് എയർ എടുക്കുന്നതായിട്ട് കാണാൻ പറ്റുമായിരുന്നു. Frogs, tadpoles, crabs, snails, water snakes and other aquatic organisms were also the inhabitants of the water lily pond. വാട്ടർ ലില്ലി പോണ്ടിൽ കാണപ്പെടുന്ന മറ്റ് ഓർഗാനിസംസിനെ കുറിച്ചാണ് പറഞ്ഞത്. We played by throwing small stones into the pond, creating ripples. അവരെന്താണ്, ചെറിയ ചെറിയ കല്ലുകൾ എടുത്തിട്ട് കുളത്തിലേക്ക് എറിഞ്ഞ് ഇങ്ങനെ റിപ്പിൾസ്, ഓളങ്ങൾ ഉണ്ടാക്കി കളിച്ചു. We spent a lot of time enjoying the coolness of the pond. ആ ഒരു പോണ്ടിൻ്റെ തണുപ്പൊക്കെ ആസ്വദിച്ച് ഒരുപാട് സമയം അവരവിടെ ചിലവഴിച്ചു. ഡിഡ് യു റീഡ് റെയ്നാസ് ഒബ്സർവേഷൻ നോട്ട്? അപ്പോൾ റെയ്നയുടെ ഒബ്സർവേഷൻ നോട്ടാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്. വിച്ച് ഓർഗാനിസംസ് ഡിഡ് യു സീ ഇൻ ദ പോണ്ട്? പോണ്ടിൽ എന്തെല്ലാം ഓർഗാനിസംസ് ആണ് നമ്മൾ കണ്ടത്? ഫ്രോഗ്, ടാഡ്പോൾസ്, ക്രാബ്, സ്നെയിൽ, വാട്ടർ സ്നേക്ക്, അങ്ങനെ ഒരുപാട് അക്വാട്ടിക് ഓർഗാനിസംസ് ആണ് കുളത്തിൽ കണ്ടത്. വിച്ച് ഓർഗാനിസംസ് ലിവ്ഡ് ഓൺ ദ ട്രീ? മരത്തിൽ എന്തൊക്കെ ഓർഗാനിസംസ് ഉണ്ടായിരുന്നു? ബേർഡ്സ്, സ്ക്യുറൽസ്, ഷാമിലിയൻസ്, സ്പൈഡേഴ്സ്, ആൻസ് പോലുള്ള ഓർഗാനിസംസ് ആയിരുന്നു മരത്തിലുണ്ടായിരുന്നത്. ഡു ആൾ ഓർഗാനിസംസ് നീഡ് എ പ്ലേസ് ടു ലിവ്? നമ്മുടെ ചുറ്റുമുള്ള എല്ലാ ഓർഗാനിസംസിനും ജീവിക്കാനൊരു സ്ഥലം വേണോ എന്നാണ് ചോദിച്ചത്. ക്യാൻ ഓർഗാനിസംസ് ദാറ്റ് ലിവ് ഇൻ വാട്ടർ ആൾസോ ലിവ് ഓൺ ലാൻഡ്? വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികൾക്ക് കരയിലും ജീവിക്കാനുള്ള കഴിവുണ്ടോ? അത്തരത്തിലുള്ള എക്സെപ്ഷണൽ ആയിട്ടുള്ള കുറച്ച് ജീവികളുണ്ടല്ലേ. ഫോർ എക്സാമ്പിൾ തവള, അതിലെ ടോട്ടോയിസ് ഒക്കെ പോലുള്ള ജീവികൾക്ക് എന്താണ്, വെള്ളത്തിലും കരയിലും ജീവിക്കാൻ സാധിക്കും. വൈ കാൺട്ട് ഫിഷ് ലിവ് ഓൺ ലാൻഡ്? എന്തുകൊണ്ടാണ് മീനുകൾക്ക് കരയിൽ ജീവിക്കാൻ കഴിയാത്തത്? കാരണം അവരുടെ ബോഡി, അവരുടെ ഫീച്ചേഴ്സൊക്കെ എന്താണ്, വെള്ളത്തിൽ ജീവിക്കാനുള്ള രീതിയിലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. വാട്ട് സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഹാവ് യു ഒബ്സർവ്ഡ് ഇൻ ഫിഷ് ദാറ്റ് ഹെൽപ്പ് ദം ലിവ് ഇൻ വാട്ടർ? ഇനി ഫിഷിനെ വെള്ളത്തിൽ ജീവിക്കാൻ പ്രാപ്തമാക്കുന്ന എന്തൊക്കെ സ്പെഷ്യൽ ഫീച്ചേഴ്സാണ് അവർക്കുള്ളത്? ഫിൻസ് ഉണ്ട് അല്ലേ, ചെറിയ ചിറകുകളുണ്ട്. ദെൻ സ്കെയിൽസ്, അവരുടെ പുറത്ത്, തൊലിയുടെ പുറത്തായിട്ട് ഇങ്ങനെ സ്കെയിൽസ് കാണാൻ പറ്റും. ദെൻ ടെയിൽ, വാലുകൾ, അതുപോലെ തന്നെ ഗിൽസ്, അവരുടെ ഉള്ളിലുള്ള ഒരു പൂ പോലുള്ള സ്ട്രക്ചർ. ഇതൊക്കെയാണ് ഇവരെ വെള്ളത്തിൽ ജീവിക്കാൻ പ്രാപ്തമാക്കുന്നത്. വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് ദ ഫിഷ്? ഒരു ഫിഷിൻ്റെ ഷേപ്പ് എന്താണ്? ഇവിടെ ഒരു ഫിഷിന് തന്നിട്ടുണ്ട്, പിക്ചർ ഡ്രോ ചെയ്യാനാണ് കേട്ടോ, കംപ്ലീറ്റ് ആക്കണം. ഹൗ ഡസ് ദിസ് ഷേപ്പ് ഹെൽപ്പ് ഫിഷ് മൂവ് ഇൻ വാട്ടർ? ഈ ഫിഷിൻ്റെ ഷേപ്പ് എങ്ങനെയാണ് ഫിഷിനെ വെള്ളത്തിൽ മൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്? ഒബ്സർവ് ദ ഷേപ്പ് ഓഫ് ദ ബോട്ട്സ്. ഇനി താഴെ 2 ബോട്ടുകളുടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഷേപ്പ് ഒന്ന് ഒബ്സർവ് ചെയ്യാനാണ്. വിച്ച് ഓഫ് ദീസ് ഷേപ്പ് ഇസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ ട്രാവലിംഗ് ത്രൂ വാട്ടർ? ഇതിലേത് ഷേപ്പ് ആയിരിക്കും വെള്ളത്തിലൂടെ ട്രാവൽ ചെയ്യാൻ ഒന്നുകൂടെ സ്യൂട്ടബിൾ ആയിട്ടുള്ളത്? എന്തായാലും ഫസ്റ്റ് പിക്ചറിലുള്ള
ബോട്ടിൻ്റെ ഷേപ്പ് തന്നെ ആയിരിക്കും അല്ലേ. ഹാവ് യു നോട്ടീസ്ഡ് ഹൗ ഫിഷ് മൂവ് ഇൻ വാട്ടർ? ഫിഷസ് വെള്ളത്തിലൂടെ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ? ഹൗ ഡിഡ് ദേ ചേഞ്ച് ദെയർ ഡിറക്ഷൻ? അവർ മൂവ് ചെയ്തുകൊണ്ടിരുന്ന ഫിഷ് അതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും ചേഞ്ച് ചെയ്യുന്നുണ്ടാവുക? ഹൗ ആർ ദെയർ സ്കെയിൽസ് അറേഞ്ച്ഡ്? അവരുടെ ശരീരത്തിലുള്ള സ്കെയിൽസ് എങ്ങനെയായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുള്ളത്? വിച്ച് പാർട്ട് ഓഫ് ദെയർ ബോഡി ഹെൽപ്സ് ദം ബ്രീത്ത്? അതുപോലെ തന്നെ അവരെ ശ്വസിക്കാൻ സഹായിക്കുന്ന ശരീരഭാഗം ഏതാണ്? വാട്ട് ആർ ദ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ദാറ്റ് ഹെൽപ്പ് ദ ഫിഷ് ലിവ് ഇൻ വാട്ടർ? വെള്ളത്തിൽ ജീവിക്കാൻ ഒരു ഫിഷിനെ ഹെൽപ്പ് ചെയ്യുന്ന സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? അപ്പോൾ ഇതിനൊക്കെ ഉള്ള ആൻസറായിട്ടാണ് താഴെയുള്ള ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. ദ ബോഡി ഷേപ്പ്, ഫിൻസ്, ടെയിൽ, fin arrangement of scales and slippery nature of fish help them move through water. ഇപ്പോൾ വെള്ളത്തിലൂടെ മൂവ് ചെയ്യാൻ ഫിഷിനെ ഹെൽപ്പ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? ഒന്ന് അവരുടെ ബോഡി ഷേപ്പ്, രണ്ടാമത് ഫിൻസ് ചെറിയ ചിറകുകൾ, ദെൻ ടെയിൽ ഫിൻ അവരുടെ വാലിലുള്ള ആ ഒരു ചിറക് പോലുള്ള ഭാഗം, ദെൻ അറേഞ്ച്മെൻറ്റ് ഓഫ് സ്കെയിൽസ് ശരീരത്തിലുള്ള സ്കെയിൽസിൻ്റെ അറേഞ്ച്മെൻറ്റ്, അതുപോലെ തന്നെ സ്ലിപ്പറി നേച്ചർ ഓഫ് ഫിഷ് ആ ഒരു മീനിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന ഒരു വഴുവഴുപ്പ് പോലുള്ള ആ ഒരു നേച്ചർ. ഇതൊക്കെയാണ് വെള്ളത്തിലൂടെ മൂവ് ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യുന്നത്. ഫിഷ് ബ്രീത്ത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഗിൽസ്. ഇനി ഫിഷ് എന്തുകൊണ്ടാണ് ബ്രീത്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചു. അവരുടെ ഗിൽസ് അവരുടെ തലയുടെ ഉള്ളിലായിട്ട് കാണപ്പെടുന്ന പൂവ് പോലെയുള്ള ആ ഒരു ഭാഗം കൊണ്ടാണ് അവർ ശ്വസിക്കുന്നത്. യു ഹാവ് അണ്ടർസ്റ്റുഡ് ദ ഷേപ്പ് ആൻഡ് ഫീച്ചർ ഓഫ് ഫിഷ്. നൗ ലെറ്റ്സ് ഗെറ്റ് ടു നോ ദ ഫീച്ചർ ഓഫ് സം പ്ലാന്റ്സ് ടു. ഇനി ഇപ്പോൾ ഫിഷിൻ്റെ ഫീച്ചേഴ്സ് പറഞ്ഞതുപോലെ തന്നെ കുറച്ച് പ്ലാന്റ്സിൻ്റെ ഫീച്ചേഴ്സാണ് പറയാൻ പോകുന്നത്. ഒബ്സർവ് ദ പിക്ചേഴ്സ്. താഴെ കൊടുത്തിരിക്കുന്ന പിക്ചേഴ്സ് ഒന്ന് ഒബ്സർവ് ചെയ്യാനാണ്. 2 ചെടികളാണല്ലേ അവിടെ കൊടുത്തിട്ടുള്ളത്. വാട്ട് ആർ ദ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ദിസ് പ്ലാന്റ്സ്? ഈ പ്ലാന്റ്സിൻ്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്താണ്? ഈ പ്ലാന്റ്സ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇവിടെ എന്താണ് മരുഭൂമിയിലുള്ള പ്ലാന്റ്സ് ആണ്, അല്ലെങ്കിൽ വെള്ളം കുറവുള്ള പ്രദേശത്ത് വളരുന്ന ചെടികളാണ്. വാട്ട് ഈസ് സ്പെഷ്യൽ അബൌട്ട് ദെയർ സ്റ്റെം? അവരുടെ സ്റ്റെമ്മ് തണ്ടുകൾക്കുള്ള പ്രത്യേകത എന്താണ്? തിക്കാണ്, അതുപോലെ തന്നെ ഒരു വാക്സി കോട്ടിംഗ് ഉണ്ടാവും. What makes them different from other plants? Discuss and write in my environmental science diary. അപ്പോൾ എന്താണ് ഈ പ്ലാന്റ്സിനെ മറ്റു പ്ലാന്റ്സിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്? ഒന്നാമത്തെ കാര്യം എന്താണ്? ഡെസേർട്ട് ഏരിയാസിലാണ് അവ കാണപ്പെടുന്നത്. രണ്ടെന്താണ്? ലാക്ക് ലീവ്സ്. പലപ്പോഴും ഇത്തരത്തിലുള്ള ചെടികൾക്ക് ലീവ്സ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ചെറിയ ചെറിയ ഇലകളായിരിക്കും. പിന്നെ തിക്ക് സ്റ്റെം ആയിരിക്കും, കട്ടിയുള്ള തണ്ടുകൾ. ദെൻ വാട്ടർ സ്റ്റോറിങ് കപ്പാസിറ്റി. ഈ തണ്ടുകൾക്ക് എന്താണ്? വെള്ളം ശേഖരിച്ച് വെക്കാനുള്ളൊരു കപ്പാസിറ്റി കൂടിയുണ്ട്. പ്ലാന്റ്സ് ഓഫ് ദ ഡെസേർട്ട്, സീറോഫൈറ്റ്സ്. ഡെസേർട്ടിലെ പ്ലാന്റ്സിനെയാണ് സീറോഫൈറ്റ്സ് എന്നറിയപ്പെടുന്നത്. ഡെസേർട്ട് പ്ലാന്റ്സ് മേ ഹാവ് നോ ലീവ്സ് ഓർ ഹാവ് സ്മാൾ ലീവ്സ് ഓർ തോൺസ്. ഡെസേർട്ട് പ്ലാന്റ്സിൻ്റെ പ്രത്യേകതയാണ് പറയുന്നത്. അവയ്ക്ക് എന്താണ്? ചിലപ്പോൾ ഇലകൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ചെറിയ ഇലകളോ അല്ലെങ്കിൽ പകരം മുള്ളുകളോ ആയിരിക്കാം. ദ സ്റ്റെംസ് ആർ തിക്ക് ഗ്രീൻ ആൻഡ് ക്യാൻ സ്റ്റോർ വാട്ടർ. അവരുടെ സ്റ്റെമ്മ് തണ്ടുകൾ എങ്ങനെയായിരിക്കും? തിക്ക് കട്ടിയുള്ളതായിരിക്കും, അതുപോലെ ഗ്രീൻ പച്ച കളറിൽ, അതുപോലെ തന്നെ അവയ്ക്ക് വാട്ടർ സ്റ്റോർ ചെയ്യാനുള്ള കഴിവുമുണ്ട്. എ വാക്സി കോട്ടിംഗ് ഓൺ ദെയർ സ്റ്റെം ഹെൽപ്സ് ദം പ്രിവെൻറ്റ് വാട്ടർ ലോസ്. അതുപോലെ തന്നെ അവയുടെ സ്റ്റെമ്മിൽ ഒരു വാക്സി കോട്ടിംഗ് ഉണ്ട്, ഒരു മെഴുക് പോലുള്ള കോട്ടിങ്. അത് എന്താണ്? ജലം നഷ്ടപ്പെടുന്നതിൽ നിന്നും അവയെ സംരക്ഷിക്കുന്നു. ദ ഡീപ്പ് റൂട്ട്സ് ഓഫ് ദീസ് പ്ലാന്റ്സ് അബ്സോർബ് വാട്ടർ ഫ്രം ഗ്രേറ്റ് ഡെപ്ത്. അതുപോലെ തന്നെ ഇവയുടെ വേരുകൾ എങ്ങനെയായിരിക്കും? ഡീപ്പായിരിക്കും, ആഴത്തിൽ പോയിട്ട് വെള്ളം വലിച്ചെടുക്കാനുള്ള കഴിവ് അവർക്കുണ്ട്. സച്ച് ഡെസേർട്ട് പ്ലാന്റ്സ് ആർ നോൺ ആസ് സീറോഫൈറ്റ്സ്. ഇത്തരത്തിലുള്ള ഡെസേർട്ട് പ്ലാന്റ്സിന് അറിയപ്പെടുന്നത് എങ്ങനെയാണ്? സീറോഫൈറ്റ്സ് എന്നാണ്. ഓൾ ദീസ് ഫീച്ചേഴ്സ് എനേബിൾ ദം ടു സർവൈവ് ഇൻ ഡെസേർട്ട്. അവയുടെ ഫീച്ചേഴ്സ് ഇപ്പോൾ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ, തിക്ക് സ്റ്റെമ്മ്, അതുപോലെ വാക്സി കോട്ടിങ്, അതുപോലുള്ള അവയുടെ ഫീച്ചേഴ്സാണ് ഡെസേർട്ടിൽ വളരാൻ അവയെ ഹെൽപ്പ് ചെയ്യുന്നത്. ദെൻ അഡാപ്റ്റേഷൻസ്. Plants and animals have body features that help them to survive in specific environment. എന്താണ് അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ പ്ലാന്റ്സിനായാലും അനിമൽസിലായാലും ഓരോ സ്പെസിഫിക് എൻവിറോൺമെൻറ്റിൽ, ഇപ്പോൾ ഡെസേർട്ടിൽ പറഞ്ഞു, ഇപ്പോൾ വെള്ളത്തിൽ ജീവിക്കുന്നവയുണ്ട്, അങ്ങനെ ഓരോ എൻവിറോൺമെൻറ്റിൽ ജീവിക്കാനുള്ള പ്രത്യേക ഫീച്ചേഴ്സ് അവരുടെ ബോഡിയിലുണ്ട്. ഇതിനെയാണ് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. എനി ബോഡി ഫീച്ചേഴ്സ് ദാറ്റ് ഹെൽപ്സ് ആൻ ഓർഗാനിസം സർവൈവ് ഇൻ ഇറ്റ്സ് എൻവിറോൺമെൻറ്റ് ഇസ് കാൾഡ് അഡാപ്റ്റേഷൻ. അപ്പോൾ ഒരു ഓർഗാനിസത്തിൻ്റെ ഏതെങ്കിലും ഒരു ബോഡി ഫീച്ചേഴ്സ് ഒരു എൻവിറോൺമെൻറ്റിൽ അതിന് ജീവിക്കാൻ അല്ലെങ്കിൽ സർവൈവ് ചെയ്യാൻ സഹായിക്കുന്ന ഏതെങ്കിലും ഒരു ബോഡി ഫീച്ചറിനെയാണ് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഒരു വാട്ടർ ലിലിയും ഫ്രോഗും തമ്മിലുള്ള കോൺവെർസേഷൻ ഉണ്ട്. വാട്ടർ ലിലി എന്താ പറയുന്നത്? വി ഫ്ലോട്ട് ഇൻ വാട്ടർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എയർ സാക്സ് ഇൻ അവർ സ്റ്റെം. എൻ്റെ സ്റ്റെമ്മിലുള്ള എയർ സാക്കിൻ്റെ ഹെൽപ്പോടു കൂടിയാണ് ഞാൻ
വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത്. വി ക്യാൻ സ്വിം ഇൻ വാട്ടർ ആസ് അവർ ഫിംഗേഴ്സ് ആർ കണക്റ്റഡ് വിത്ത് സ്കിൻ. ഇനി ഫ്രോഗ് എന്താ പറയുന്നത്, എൻ്റെ ഫിംഗേഴ്സിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു സ്കിന്നിൻ്റെ ഒരു കണക്ഷൻ ഉള്ളത് കൊണ്ടാണ് എനിക്ക് വെള്ളത്തിലൂടെ സ്വിം ചെയ്യാൻ കഴിയുന്നത്. ഹാവ് യു ലിസൺ ടു ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ വാട്ടർ ലില്ലി ആൻഡ് ഫ്രോഗ്? വാട്ടർ ലില്ലിയുടെയും ഫ്രോഗിൻ്റെയും കോൺവെർസേഷൻ നിങ്ങൾ വായിച്ചോ, ലിസൺ ചെയ്തു അല്ലേ? ഡിസ്കസ് ആൻഡ് റൈറ്റ് മോർ അബൌട്ട് ദെയർ അഡാപ്റ്റേഷൻസ്. ഇനി അവരുടെ അഡാപ്റ്റേഷൻസിനെ കുറിച്ച് കൂടുതൽ എഴുതാം. ഇപ്പോൾ വാട്ടർ ലില്ലിക്ക് എയർ സാക്ക് ഉണ്ടെന്ന് ആ കോൺവെർസേഷനിൽ പറഞ്ഞു. ഇനി അതിന് കൂടാതെ എന്തുണ്ട്, ലോങ് സ്റ്റെം ഉണ്ടെന്ന് പറയാം. പിന്നെ ഫ്ലോട്ടിംഗ് ലീവ്സ്, വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കാൻ കഴിവുള്ള തരത്തിലുള്ള ഇലകളാണ്. ഇനി ഫ്രോഗ് ആണെങ്കിലോ വെബ്ഡ് ഫീറ്റ് എന്നുള്ളതാണ് ആ ഒരു വിരലുകളുടെ ഇടയിലായിട്ട് ഇങ്ങനെ ഒരു സ്കിന്നിൻ്റെ കണക്ഷൻ ഉണ്ട്. ദെൻ മോയിസ്റ്റ് സ്കിൻ, തവളയുടെ സ്കിൻ എപ്പോഴും എന്താണ് ഒരു നനവുള്ളത് പോലെ ആയിരിക്കും അല്ലേ. ഇതൊക്കെയാണ് അവയുടെ ചില അഡാപ്റ്റേഷൻസ്. ഒബ്സർവ് ദ പിക്ചേഴ്സ്. വേർ ഡു ദീസ് അനിമൽസ് ലീവ്സ്? താഴെ കൊടുത്തിരിക്കുന്ന അനിമൽസ് എവിടെയാണ് ജീവിക്കുന്നത് എന്നാണ് ചോദിച്ചത്. ഒന്ന് ഗോട്ടാണ്, ദെൻ ചെമ്മീനുണ്ട്, ടോട്ടോയ്സ് ഉണ്ട് അല്ലേ. റൈറ്റ് ദ നെയിംസ് ഓഫ് അതർ അനിമൽസ് യു ആർ ഫെമിലിയർ വിത്ത് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. ഇനി താഴെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അനിമൽസ് ലിവ് ഓൺ ലാൻഡ്, കരയിൽ ജീവിക്കുന്ന അനിമൽസ്. ഇപ്പോൾ ആ പിക്ചറിൽ ഗോട്ട് കരയിലാണ് ജീവിക്കുന്നത്. അപ്പോൾ കരയിൽ ജീവിക്കുന്ന അനിമൽസ് എത്ര ഉണ്ട്, ഒരുപാട് അനിമൽസ് ഉണ്ട് അല്ലേ. കുറച്ച് പേരുടെ പേരവിടെ കൊടുത്തിട്ടുണ്ട്. ടൈഗർ, കൗ, എലഫൻറ്റ്, ലയൺ, ടീർ. ദെൻ അനിമൽസ് ലിവ് ഇൻ വാട്ടർ, വെള്ളത്തിൽ ജീവിക്കുന്ന അനിമൽസ് ഏതൊക്കെയാണ്? ഫിഷ്, ഷാർക്ക്, ബ്ലൂ വെയിൽ, ടാഡ്പോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, തവളയുടെ ചെറിയ രൂപമാണല്ലേ, തവള ആവുന്നതിന് മുമ്പുള്ള ഒരു ഫിഷിൻ്റെ ഒക്കെ പോലെയുള്ള രൂപം. ദെൻ അനിമൽസ് ലിവ് ഓൺ ലാൻഡ് ആൻഡ് വാട്ടർ, ഇനി കരയിലും അതുപോലെ തന്നെ വെള്ളത്തിലും ജീവിക്കാൻ കഴിയുന്ന അനിമൽസ് ഏതൊക്കെയാണ്? ടോട്ടോയ്സ്, ആമ, ദെൻ ഫ്രോഗ്, തവള അല്ലേ, ഡക്ക്, താറാവ്, അതുപോലെ തന്നെ ക്രോക്കഡൈൽ, മുതല. Analyze the information in about people and record your inferences in my EVS diary. അപ്പോൾ ഈ ഒരു ടേബിളിനെ കുറിച്ച് നിങ്ങളുടെ ഇൻഫറൻസ്, അതിൻ്റെ ഒരു കൺക്ലൂഷൻ ഈ ഒരു EVSൻ്റെ ബുക്കിൽ റെക്കോർഡ് ചെയ്യാനാണ്. അനിമൽസ് ലിവ് ആൾസോ ഇൻ ഡെസേർട്സ് ആൻഡ് പോളാർ റീജിയൻസ്. വാട്ട് ആർ ദ അഡാപ്റ്റേഷൻസ്? ഇനിയിപ്പോൾ വെള്ളത്തിൽ ജീവിക്കുന്നവയെക്കുറിച്ചും കരയിൽ ജീവിക്കുന്നവയെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി മരുഭൂമിയിൽ ജീവിക്കുന്ന അനിമൽസും ഉണ്ട്, അതുപോലെ തന്നെ പോളാർ റീജിയനിൽ മഞ്ഞുള്ള ഏരിയയിൽ ജീവിക്കുന്ന അനിമൽസും ഉണ്ടല്ലേ. ഇവയുടെ അഡാപ്റ്റേഷൻസ് എന്തൊക്കെയാണ്? ഇപ്പോൾ അവിടെ ഒരു ക്യാമൽ ഉണ്ട്, ഡെസേർട്ടിൽ ജീവിക്കുന്ന ജീവിയാണ് ക്യാമൽ. The fat in our hump help us to survive in the desert for days without drinking water. അപ്പോൾ അതിൻ്റെ ഹമ്പ് എന്ന് പറഞ്ഞാൽ പുറത്ത് കാണുന്ന ആ ഒരു കൂന പോലുള്ള ഭാഗമാണ്. അതിലുള്ള ഫാറ്റാണ് ദിവസങ്ങളോളം വെള്ളമൊന്നും കുടിക്കാതെ ആ ഒരു ഡെസേർട്ടിൽ സർവൈവ് ചെയ്യാൻ ക്യാമലിനെ സഹായിക്കുന്നത്. The fat under our skin protect us from extreme cold in polar region. ഇനി പെൻഗ്വിൻ എന്താ പറയുന്നത്, അതിൻ്റെ സ്കിന്നിൻ്റെ അണ്ടറിലുള്ള ഫാറ്റ് ലെയറാണ്, കൊഴുപ്പിൻ്റെ ഒരു ലെയർ ഉണ്ട്, അതാണ് ആ ഒരു കോൾഡ്നെസ്സിൽ നിന്ന്, പോളാർ ഏരിയയിലുള്ള കോൾനെസ്സിൽ നിന്ന് പെൻഗ്വിൻസിനെ ഹെൽപ്പ് ചെയ്യുന്നത് സർവൈവ് ചെയ്യാൻ. ഫൈൻഡ് ഔട്ട് അതർ അഡാപ്റ്റേഷൻസ് ഓഫ് കാമൽ ആൻഡ് പെൻഗ്വിൻ. ഡിസ്കസ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് റൈറ്റ് ദം ഇൻ ദ ടേബിൾ. ഇനി ക്യാമലിൻ്റെയും പെൻഗ്വിൻ്റെയും മറ്റ് അഡാപ്റ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ക്യാമലിന് ഹമ്പ് ഉണ്ട്, ഓൾറെഡി പറഞ്ഞു. പിന്നെ ലോങ് ഫീറ്റാണ്, ആ ഒരു മണലിൻ്റെ ചൂടിൽ നിന്ന് രക്ഷപ്പെടാനാണ് നല്ല ഉയരമുള്ള കാലുകൾ. ദെൻ നോസ്ട്രൽസ് ആൻഡ് ഐ ലാഷസ്, അവയുടെ കണ്ണിൻ്റെ പീലകൾ അതുപോലെ തന്നെ നോസ്ട്രൽസൊക്കെ എന്താണ് ഈ ഒരു മണൽക്കാറ്റിൽ നിന്നും രക്ഷ നേടാൻ സഹായിക്കുന്നു. ദെൻ പെൻഗ്വിനാണെങ്കിൽ ഫ്ലിപ്പേഴ്സ്, ആ ചിറക് പോലുള്ള ഭാഗം. ദെൻ തിക്ക് ഫെതേഴ്സ്, നല്ല കട്ടിയുള്ള ചെറിയ ചെറിയ തൂവലുകളാണ് അതിനുള്ളത്. ദെൻ ഫാറ്റ് ലെയർ ഓൾറെഡി പറഞ്ഞു, സ്കിന്നിൻ്റെ അടിയിൽ ഒരു ഫാറ്റ് ലെയർ ഉണ്ട്. എ ലൈഫ് വിത്തൗട്ട് ഡ്രിങ്കിങ് വാട്ടർ, ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റാണ് കാങ്കരൂ റാറ്റിനെ കുറിച്ചാണ് കേട്ടോ. ദ കാങ്കരൂ റാറ്റ് ഇസ് എ സ്മാൾ അനിമൽ ഫൗണ്ട് ഇൻ ഡെസേർട്ടിൽ കാണപ്പെടുന്ന ഒരു ചെറിയ ജീവിയാണ്. ഇറ്റ് ഹാസ് മെനി അഡാപ്റ്റേഷൻസ് ഫോർ ലിവിങ് ഇൻ ഡെസേർട്ടിൽ ജീവിക്കാനുള്ള ഒരുപാട് അഡാപ്റ്റേഷൻസ് അതിൻ്റെ ബോഡിയിലുണ്ട്. ഇറ്റ് ഡിഗ്സ് വെരി ഡീപ്പ് ബറോസ് ടു സർവൈവ് ദ ഹീറ്റ് ഓഫ് ദ ഡേ ആൻഡ് ലിവ്സ് ഇൻസൈഡ് ദം. വളരെ ആഴത്തിൽ മാളങ്ങൾ സൃഷ്ടിച്ചിട്ടാണ് മാളങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് ഇവർ ജീവിക്കുന്നത്, അവർ ചൂടിൽ നിന്ന് രക്ഷ നേടാൻ. ഇറ്റ് ഹൺസ് ഫോർ പ്രേ അറ്റ് നൈറ്റ്, രാത്രിയിലാണ് ഭക്ഷണം ഇരപിടിക്കുന്നത്. ഇറ്റ് ക്യാൻ ലീവ് വിത്തൗട്ട് ഡ്രിങ്കിങ് എനി വാട്ടർ, ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ ജീവിക്കാൻ കഴിയുന്ന ഒരു ജീവിയാണിത്. ഇറ്റ് ഗെറ്റ്സ് ദ വാട്ടർ ഇറ്റ് നീഡ്സ് ഫ്രം ഇറ്റ്സ് മെയിൻ ഫുഡ് സച്ച് ആസ് ഗ്രെയിൻസ്, സീഡ്സ് ആൻഡ് ഫ്രം ഇറ്റ്സ് ബോഡി ഫാറ്റ്. ഇനി ശരീരത്തിൽ ആവശ്യമായ വെള്ളം എങ്ങനെയാണ് കിട്ടുന്നത്? ഇപ്പം കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുള്ള വെള്ളവും അതുപോലെ തന്നെ ബോഡി ഫാറ്റ് നിന്നൊക്കെയാണ് വെള്ളം കിട്ടുന്നത്, അല്ലാതെ വെള്ളമായിട്ട് അവർ കുടിക്കുന്നില്ല. വാട്ടർ ലോസ് ത്രൂ സ്വെറ്റ് ആൻഡ് യൂറിൻ ഈസ് വെരി ലോ. അതുപോലെ തന്നെ
വിയർപ്പിലൂടെ യൂറിനിലൂടെയൊക്കെ ഇവരുടെ വെള്ളം ലോസ് ആവുന്നത് വളരെ കുറവാണ്. ഇറ്റ് മൂവ്സ് ബൈ ഹൂപ്പിംഗ് ലൈക്ക് എ കാങ്കരു യൂസിങ് ഇറ്റ്സ് ലോങ് ഹിൻഡ് ലിംസ്. കങ്കാരൂസൊക്കെ പോകുന്ന പോലെ അങ്ങനെ ചാടിയിട്ടാണ് ഈ ജീവിയും നടക്കുന്നത്. ഇറ്റ് കൻ സ്റ്റോർ ഗെയിൻസ് ആൻഡ് സീഡ്സ് ഇൻ പൗച്ച് ഇൻ ഹിസ് ചീക്സ്. അവരുടെ ചീക്സ് കവിളിലുള്ള ഒരു പൗച്ച് പോലുള്ള ഭാഗത്തു നിന്നാണ് ഗ്രെയിൻസ്, ധാന്യങ്ങളും സീഡ്സൊക്കെ സ്റ്റോർ ചെയ്യാൻ കഴിവുണ്ട് അവർക്ക്. ഇനിയൊരു കൊക്കും അതുപോലെ തന്നെ ഫിഷും തമ്മിലുള്ള കോൺവെർസേഷൻ ഉണ്ട്. വി ഹാവ് എവറിത്തിങ് വി നീഡ് ടു ലിവ് ഇൻ ദ ഫീൽഡ്. ഈ വയലിൽ എന്താണ് ഞങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ എല്ലാം ഉണ്ട് എന്നാണ് കൊക്ക് പറയുന്നത്. ഫിഷ് എന്താ പറയുന്നത്? വി ഹാവ് എവറിത്തിങ് വി നീഡ് ഇൻ ദ പോണ്ട്. ഈ പോണ്ടിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാം ഉണ്ട് എന്നുള്ളതാണ് ഫിഷ് പറയുന്നത്. വാട്ട് ഡസ് എ സ്റ്റോക്ക് ഗെറ്റ് ഫ്രം ദ ഫീൽഡ്? ആ ഒരു സ്റ്റോക്ക്, ആ കൊക്കിന് ആ ഒരു ഫീൽഡിൽ നിന്ന് എന്തൊക്കെ കിട്ടുന്നുണ്ട്? സ്മാൾ ഓർഗാനിസംസ്, ദെൻ ഫിഷസ്, എർത്ത് വോം, ഫ്രോഗ്. അവർക്ക് ആവശ്യമായ ഫുഡ് ആൻഡ് വാട്ടറൊക്കെ ലഭിക്കുന്നുണ്ടെന്ന് പറയാം. ദെൻ ഫിഷിന് എന്താണ് പോണ്ടിൽ നിന്ന് ലഭിക്കുന്നത്? പ്ലേസ് ടു ലിവ്, അതിന് ജീവിക്കാനുള്ളൊരു സ്ഥലം അല്ലെങ്കിൽ ഷെൽട്ടർ. ദെൻ സ്മാൾ ഓർഗാനിസംസ്, അവർക്ക് ആവശ്യമായ ഫുഡ്, അതുപോലെ തന്നെ ഓക്സിജൻ. ദ എൻവയോൺമെൻറ്റ് ഇൻ വിച്ച് ആൻ ഓർഗാനിസം ലിവ്സ് ഈസ് ഹിറ്റ്സ് ഹാബിറ്റാറ്റ്. എന്താണ് ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞാൽ? ഒരു ജീവി ജീവിക്കുന്ന ചുറ്റുപാട്, അതിനെയാണ് അതിൻ്റെ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത്. എ ഹാബിറ്റാറ്റ് കണ്ടെയ്ൻസ് എവറിത്തിങ് ദാറ്റ് ദ ഓർഗാനിസം നീഡ്സ് ടു സർവൈവ്. ആ ഒരു ഹാബിറ്റാറ്റിൽ ആ ഒരു ഓർഗാനിസത്തിന് നിലനിൽക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. പോണ്ട്സ്, റിവേഴ്സ്, ഫീൽഡ്സ് ആർ എക്സാമ്പിൾസ് ഓഫ് ഹാബിറ്റാറ്റ്. അപ്പോൾ എൻ്റെ എക്സാമ്പിളാണ് പോണ്ട്, റിവർ, ഫീൽഡ്. ഇപ്പോൾ ഇവിടെ ഫിഷിൻ്റെ ഹാബിറ്റാറ്റാണ് ആ പോണ്ട്, അതുപോലെ തന്നെ കുക്കിൻ്റെ ഹാബിറ്റാറ്റാണ് ആ ഒരു ഫീൽഡ് എന്ന് പറഞ്ഞത്. ഡിസ്കസ്, ഫൈൻഡ് ആൻഡ് റൈറ്റ് മോർ എക്സാമ്പിൾസ് ഫോർ ഹാബിറ്റാറ്റ്. അതുപോലെ തന്നെ ഹാബിറ്റാറ്റ്സിൻ്റെ മറ്റ് എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? ട്രീ കൊടുക്കാം, ഫോറസ്റ്റ് കൊടുക്കാം, ദെൻ സോയിലും കൊടുക്കാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹാബിറ്റാറ്റ്സ് ആണ്. ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ഒബ്സർവ് ചെയ്യാം. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹാബിറ്റാറ്റ്സ്? റൈറ്റ് ഡൗൺ ദെയർ നെയിംസ്. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഹാബിറ്റാറ്റ് ഏതൊക്കെയാണ്? ഡെസേർട്ട് ഉണ്ട് അല്ലേ, മരുഭൂമി, ഗ്രാസ് ലാൻഡ്, റെയിൻ ഫോറസ്റ്റ്, ഓഷ്യൻ, മൗണ്ടെയിൻ എന്നൊക്കെ പറയാം. എ ഫീൽഡ് ഈസ് എ ഹാബിറ്റാറ്റ്. ഇറ്റ് ഹാസ് മെനി ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് ഇൻ ഇറ്റ്. വിച്ച് ആർ ദേ? ഒരു ഫീൽഡ്, ഒരു വയൽ എന്ന് പറയുന്ന ഒരു ഹാബിറ്ററ്റാണ്. അതിലെന്താണ്? ലിവിങ് ആയിട്ടുള്ള തിങ്സും നോൺ ലിവിങ് ആയിട്ടുള്ള തിങ്സും ഉണ്ട്. അവയെ ലിസ്റ്റ് ചെയ്യാനാണ്. ലിവിങ് തിങ്സ് എന്തൊക്കെയാണ്? പ്ലാന്റ്സ് ഉണ്ടാവാം, സ്മാൾ ഓർഗാനിസംസ്, മൈക്രോ ഓർഗാനിസംസ് ഒക്കെ ഉണ്ടാവാം. നോൺ ലിവിങ് ആയിട്ട് എന്തൊക്കെ ഉണ്ടാവാം? സോയിൽ, എയർ, വാട്ടർ, റോക്ക്, സൺലൈറ്റ്, ഇതൊക്കെ നോൺ ലിവിങ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. ദർ ആർ നാച്ചുറൽ ഹാബിറ്റാറ്റ് ആൻഡ് മാൻ മെയ്ഡ് ഹാബിറ്റാറ്റ്. ഇനി എന്താണ്? നാച്ചുറലായിട്ട് പ്രകൃതിയിലുള്ള ഹാബിറ്റാറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഹാബിറ്റാറ്റ്സ് ഉണ്ട്. ഫോറസ്റ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് നാച്ചുറൽ ഹാബിറ്റാറ്റ്. ഫോറസ്റ്റ് എന്നാണ് ഒരു നാച്ചുറൽ ഹാബിറ്റാറ്റാണ്. പക്ഷേ ബയോഡൈവേഴ്സിറ്റി പാർക്ക് എന്ന് പറയുന്നത് എന്താണ്? ഒരു മാൻ മെയ്ഡ് ഹാബിറ്റാറ്റാണ് അല്ലേ. ഇനി ഇവിടെ ടേബിളിൽ കൂടുതൽ എക്സാമ്പിൾസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നാച്ചുറൽ ഹാബിറ്റാറ്റ്സ് ഏതൊക്കെയാണ്? ഡെസേർട്ട്, ഫോറസ്റ്റ്, ഗ്രാസ് ലാൻഡ്, മൗണ്ടെയിൻസ്, ഓഷ്യൻ, റിവേഴ്സ്, ലേക്സ് എന്നൊക്കെ പറയാം. ഇനി മാൻ മെയ്ഡ് ആണെങ്കിൽ പാർക്കുകളുണ്ടാവും, ഫാമുകൾ, ഗാർഡൻസ്, അക്വാറിയം, സൂ, മൃഗശാലകളൊക്കെ മാൻ മെയ്ഡ് ആയിട്ടുള്ള ഹാബിറ്റാറ്റുകളാണ്. എ ഹാബിറ്റാറ്റ് കണ്ടെയ്ൻസ് മെനി ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ്. ഇനി ഒരു ഹാബിറ്റാറ്റിൽ എന്തൊക്കെയാണ്? ലിവിങ് തിങ്സും അതുപോലെ തന്നെ ഒരുപാട് നോൺ ലിവിങ് തിങ്സും ഉണ്ട്. പ്ലാന്റ്സ്, അനിമൽസ് ആൻഡ് മൈക്രോ ഓർഗാനിസംസ് ആർ എക്സാമ്പിൾസ് ഓഫ് ലിവിങ് തിങ്സ്. ഇനി ലിവിങ് തിങ്സിൻ്റെ എക്സാമ്പിളാണ് പ്ലാന്റ്സും അനിമൽസും മൈക്രോ ഓർഗാനിസംസും ഒക്കെ. സോയിൽ, എയർ, വാട്ടർ ആൻഡ് സൺലൈറ്റ് ഒക്കെ എന്താണ്? നോൺ ലിവിങ് തിങ്സ് ആയിട്ടും വരും. ഡു ലിവിങ് തിങ്സ് ഡിപ്പെൻഡ് ഓൺ നോൺ ലിവിങ് തിങ്സ് ലൈക്ക് എയർ, വാട്ടർ, സോയിൽ ആൻഡ് സൺലൈറ്റ്? ഈ ഒരു ലിവിങ് തിങ്സ് നോൺ ലിവിങ് തിങ്സായ എയർ, വാട്ടർ, സോയിൽ, സൺലൈറ്റിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണോ ജീവിക്കുന്നത്? ശരിയാണല്ലേ, നമ്മളൊക്കെ എയറിനെയും വാട്ടറിനെയും സോയിലിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. സിമിലർലി ലിവിങ് തിങ്സ് ഡിപ്പെൻഡ് ഓൺ ഈച്ച് അതർ. അതുപോലെ തന്നെ ലിവിങ് തിങ്സ് പരസ്പരം ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. ലിവിങ് തിങ്സ് ആർ നോൺ ലിവിങ് തിങ്സ് ഇൻ എൻ ഏരിയ ലിവ് ഇൻ ഇൻ്റർഡിപ്പെൻഡൻസ്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണ്? ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സും ഇൻ്റർഡിപ്പെൻഡൻസ്, പരസ്പരം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ജീവിക്കുന്നത്. ഇനി ഇവിടെ താഴെ ഒരു പിക്ചർ കാണാം അല്ലേ. ഈ പിക്ചറിൽ ആരൊക്കെ തമ്മിൽ പരസ്പരം ഇൻ്റർഡിപ്പെൻഡൻ്റ് ആണ് എന്ന്, അല്ലെങ്കിൽ ആരൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് വരച്ച് കാണിക്കാനാണ്. അപ്പോൾ ഇതിൽ സൂര്യൻ, സൺലൈറ്റും വാട്ടറും എല്ലാ ഓർഗാനിസത്തിനും ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. എല്ലാ ഓർഗാനിസത്തിനും ജീവിക്കാൻ സൺലൈറ്റും വാട്ടറും വേണം. അപ്പോൾ സൺലൈറ്റിൽ നിന്നും വാട്ടറിൽ നിന്നും എല്ലാ ഓർഗാനിസത്തിലേക്കും നിങ്ങൾക്ക് ഓരോ ലൈന് വരച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ ഒന്നിച്ചാകുമ്പോൾ കൺഫ്യൂഷൻ ആവും വിചാരിച്ചാണ് വരക്കാത്തത്. ഇനി ബാക്കിയുള്ളത് എങ്ങനെയാണ്? ആ ഒരു വൾച്ചർ അല്ലെങ്കിൽ ഈഗിള് സ്നേക്കുമായിട്ട് ഡിപ്പെൻഡഡ് ആണ്. ആ സ്നേക്ക് ഫ്രോഗുമായിട്ട് ഡിപ്പെൻഡഡ് ആണ്. ഫ്രോഗ് ഗ്രാസ് ഹോപ്പറായിട്ട് ഡിപ്പെൻഡഡ് ആണ്. ദെൻ ഗ്രാസ് ഹോപ്പർ എന്താണ്? ചെറിയ പുല്ലുകളൊക്കെ കഴിക്കുന്നു. ഇനി ഫിഷ് എങ്ങനെയാണ്? ഫിഷ് ഫ്രോഗുമായിട്ട് ഡിപ്പെൻഡഡ് ആണ്. ഫ്രോഗിൻ്റെ ഫുഡാണ് ഫിഷ്.
ദെൻ ആ ഒരു ഫ്രോഗിനെ കഴിക്കുന്ന ആരാണ്? സ്നേക്കാണ്. സ്നേക്കിനെ കഴിക്കുന്നത് ആ ഒരു വൾച്ചറാണ്. അങ്ങനെ ഇവർ പരസ്പരമുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെയാണ് അവർ വരച്ച് കാണിച്ചിട്ടുള്ളത്. ഇനി സൺലൈറ്റും വാട്ടറും എല്ലാ ഓർഗാനിസത്തിലേക്കും നിങ്ങൾക്ക് വരച്ചു കൊടുക്കാം. ഇനി ചാപ്റ്ററിൻ്റെ നെക്സ്റ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് എക്കോസിസ്റ്റം. ആൻ എക്കോസിസ്റ്റം ഈസ് ആൻ എൻവറോൺമെൻറ്റ് വേർ ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് ലിവ് ഇൻ ഇൻ്റർഡിപ്പെൻഡൻസ്. അപ്പോൾ ഈ ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സും പരസ്പരം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആ ഒരു എൻവറോൺമെൻറ്റിനെയാണ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ട്രീസ്, ഫീൽഡ്സ്, പോണ്ട്സ്, സ്ട്രീംസ്, ഹിൽസ്, സീക്രട്ട് ഗ്രോവ്സ് ആർ സ്മോൾ എക്കോസിസ്റ്റംസ്. അപ്പോൾ ചെറിയ എക്കോസിസ്റ്റങ്ങളുടെ എക്സാമ്പിൾസ് ആണ് കൊടുത്തത്. മരങ്ങൾ, വയലുകൾ, പോണ്ട്, അരുവി, അതുപോലുള്ള സ്ഥലങ്ങളൊക്കെ. ഫോറസ്റ്റ്, ഗ്രാസ് ലാൻഡ്, ഡെസേർട്ട്, സീസ് ആൻഡ് പോളാർ റീജിയൻസ് ആർ ലാർജ് എക്കോസിസ്റ്റം. ഇനി കുറച്ച് ലാർജായിട്ടുള്ള എക്കോസിസ്റ്റമാണ് ഫോറസ്റ്റും ഡെസേർട്ടും സീയും ഒക്കെ പറയുന്നത്. വാട്ട് ഈസ് ഇൻ്റർഡിപ്പെൻഡൻസ് ഇൻ എൻ എക്കോസിസ്റ്റം? എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾ. ഒരു എക്കോസിസ്റ്റത്തിലുള്ള ഇൻ്റർഡിപ്പെൻഡൻസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചത്. അതിലെന്താണ്? ബിറ്റ്വീൻ ലിവിങ് തിങ്സ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് ഉണ്ട്. ജീവനുള്ള വസ്തുക്കളെയും ജീവനില്ലാത്ത വസ്തുക്കളെയും തമ്മിലുള്ള ഡിപ്പെൻഡൻസ് ഉണ്ട്. പിന്നെയോ ബിറ്റ്വീൻ ലിവിങ് തിങ്സുകൾ പരസ്പരം ഉള്ള ഡിപ്പെൻഡൻസ് അതിലുണ്ട്. ഡിസ്ട്രക്ഷൻ ഓഫ് എക്കോസിസ്റ്റം. ഡിസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ തകർച്ച. എക്കോസിസ്റ്റത്തിൻ്റെ തകർച്ചയാണ് പറയുന്നത്. ഹിൽ ഹാസ് സംതിങ് ടു സേ. ഈ മലകൾക്ക് എന്തോ പറയാനുണ്ട് എന്നാണ്. ഒരു പിക്ചർ കാണാം. അതിൽ JCB ഒക്കെ ഉപയോഗിച്ച് മലയൊക്കെ ഇടിച്ച് നിരത്തുന്നുണ്ട് അല്ലേ. യു ക്യാൻ സീ അസ് ഇൻ മെനി ഏരിയാസ് ഇൻ യുവർ പ്ലേസ്. അപ്പോൾ ഒരു ഹില്ല് സംസാരിക്കുന്നതാണ്. നിങ്ങളുടെ പ്രദേശത്ത് ഒരുപാട് ഏരിയയിൽ നിങ്ങൾക്ക് എന്നെ കാണാം. ഈസ് ദർ എനിവൺ ഹു ഹാസൻ ക്ലൈംഡ് എ ഹിൽ. ഒരു മലമുകളിൽ കയറാത്ത ആരെങ്കിലും ഉണ്ടോ? വി പ്രൊവൈഡ് ഹാബിറ്റേറ്റ് ഫോർ സോ മെനി ഓർഗാനിസംസ് ഫ്രം എർത്ത് വോംസ് ടു ഫോക്സസ് ആൻഡ് ആൾസോ ഫോർ വെറൈറ്റി ഓഫ് പ്ലാന്റ്സ്. അപ്പം എന്താണ്? ഒരുപാട് പ്ലാന്റ്സിൻ്റെയും ആനിമൽസിൻ്റെയും ചെറിയ എർത്ത് വോം പോലുള്ള ഓർഗാനിസത്തിൻ്റെ ഒക്കെ ഹാബിറ്ററ്റാണ് ഈ ഒരു ഹില്ലെന്ന് പറഞ്ഞാൽ. We store rainwater and later provide that water to the wells, streams and fields. അതുപോലെ തന്നെ മഴവെള്ളം സ്റ്റോർ ചെയ്ത് ബാക്കിയുള്ള ചെറിയ ചെറിയ ജലസ്രോതസ്സുകളിലേക്കൊക്കെ വെള്ളം എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കാറുണ്ട്. വി ക്യാൻ കൺട്രോൾ ദ വിൻഡ് ആൻഡ് റെഡ്യൂസ് ഹീറ്റ്. അതുപോലെ തന്നെ കാറ്റിനെ കൺട്രോൾ ചെയ്യാനും ചൂട് കുറക്കാനൊക്കെ ഹിൽസ് ഹെൽപ്പ് ചെയ്യും. ഡോണ്ട് യു സീ വി ആർ ഇൻ എ ഗ്രേറ്റ് ക്രൈസിസ് ടുഡേ. ഡു യു റിയലൈസ് അവർ ഇമ്പോർട്ടൻസ്? ഇനി പിക്ചർ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു കുന്നുകൾ ഇന്ന് വലിയ പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവയുടെ പ്രാധാന്യം എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായോ? അപ്പോൾ ഈ ഒരു ചെയ്യുന്ന പ്രവൃത്തി നല്ലതാണോ ചീത്തയാണോ എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ എക്കോസിസ്റ്റത്തിനെ തകർക്കുകയാണ് ഈ കുന്നുകളൊക്കെ ഇടിക്കുന്നതോടുകൂടി ചെയ്യുന്നത്. ഹോപ്പ് യു റീഡ് ദ സൊളിലോക്വി ഓഫ് ദ ഹിൽ. അപ്പോൾ ആ ഒരു ഹില്ലിൻ്റെ സംഭാഷണം, ഹില്ല് പറയുന്ന കാര്യങ്ങൾ കേട്ടല്ലോ. വാട്ട് ആർ ദ ഹാംഫുൾ എഫക്ട്സ് ഓഫ് വാനിഷിങ് ഓഫ് ഹിൽസ്? ഇനി ഈ ഒരു കുന്നുകളില്ലാതായ എന്തൊക്കെ പ്രശ്നം ഉണ്ടാവാം? സോയിൽ ഇറോഷൻ ഉണ്ടാവാം അല്ലേ, മണ്ണൊലിപ്പ്. ദെൻ ഹാബിറ്റാറ്റ് ലോസ്റ്റ്. ഒരുപാട് ജീവജാലങ്ങളുടെ ഒരു ഹാബിറ്റാറ്റാണ് ആ കുന്ന്. അപ്പോൾ അവർക്ക് താമസസ്ഥലം അല്ലെങ്കിൽ വാസസ്ഥലം നഷ്ടപ്പെടുന്നു. ദെൻ റിസ്ക് ഓഫ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. പല പ്രകൃതി ദുരന്തങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വാട്ട് ആർ ദ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ദാറ്റ് ആർ ഹാംഫുൾ ടു ദ എക്കോസിസ്റ്റം? എക്കോസിസ്റ്റത്തിന് ഹാംഫുൾ ആയിട്ടുള്ള ഹ്യൂമൻ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? ഡിമോളിഷൻ ഓഫ് ഹിൽ എന്ന് പറഞ്ഞു അല്ലേ, മലകളും കുന്നുകളൊക്കെ ഇടിച്ച് നിരത്തുക. ദെൻ എക്സസീവ് യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ് അല്ലേ, അത് അമിതമായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ എന്തൊക്കെ കൊടുക്കാം? യൂസ് ഓഫ് പ്ലാസ്റ്റിക് മെറ്റീരിയൽസ്, പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം. എക്സസീവ് യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, കെമിക്കലായിട്ടുള്ള വളങ്ങൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ ഫില്ലിംഗ് ഓഫ് ഫീൽഡ്സ്, വയലുകൾ നികത്തൽ. ദെൻ ഡീഫോറസ്റ്റേഷൻ, മരങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കുക. ഇതൊക്കെ എന്താണ്? ഈ ഒരു എക്കോസിസ്റ്റത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. നെക്സ്റ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ് പൊല്യൂഷൻ. പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മലിനീകരണം. ലിസൺ ടു വാട്ട് ആൻ എർത്ത് വോം സേസ്. ഇനി ഈ ഒരു മണ്ണിര പറയുന്ന കാര്യങ്ങൾ ലിസൺ ചെയ്യാനാണ്. വി ആർ നോൺ ആസ് ഫ്രണ്ട്സ് ഓഫ് ഫാമേഴ്സ്. ഞങ്ങൾ എന്താണ് അറിയപ്പെടുന്നത്? കർഷകരുടെ കൂട്ടുകാർ എന്നുള്ളതാണ് ഞങ്ങൾ അറിയപ്പെടുന്നത്. നൗ വി കനോട്ട് ലിവ് ഇൻ ദ സോയിൽ ഡ്യൂ ടു പൊല്യൂഷൻ. പക്ഷേ ഇപ്പോൾ എന്താണ്? ഈ മണ്ണിൽ പൊല്യൂഷൻ കാരണം ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഹാവ് യു റെഡ് വാട്ട് ദ എർത്ത് വോം സെറ്റ്? ആ ഒരു എർത്ത് വോം എന്താണ് പറയുന്നത് നിങ്ങൾ കേട്ടോ? വാട്ട് ആർ ദ വേസ്റ്റ് മെറ്റീരിയൽ ഫൗണ്ട് ഇൻ യുവർ ഹോം ആൻഡ് സറൗണ്ടിങ്സ്? നിങ്ങളുടെ വീട്ടിലും ചുറ്റുപാടും കാണപ്പെടുന്ന വേസ്റ്റ് മെറ്റീരിയൽസ് എന്തൊക്കെയാണ്? ബോട്ടിൽ, പ്ലാസ്റ്റിക് ബാഗ്, ഫുഡ് മെറ്റീരിയൽസ്, ഡ്രൈ ലീവ്സ്, പിന്നെ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സിലേക്ക് കേടുവന്ന ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാവാം. ഫൈൻഡ് ഔട്ട് ദ വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രോസസ്സ് ഇൻ യുവർ സ്കൂളിൽ. നിങ്ങളുടെ സ്കൂളിലുള്ള വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രോസസ്സ് എങ്ങനെയാണെന്ന് കണ്ടെത്തുക. പ്രിപ്പയർ എ പ്രൊജക്റ്റ് ആൻഡ് പ്രസൻറ്റ് ഇറ്റ് ഇൻ യുവർ ക്ലാസ്. ഇനി ഇവിടെ പിക്ചേഴ്സ് കാണാം അല്ലേ. എന്താണ്? ഒരു പിക്ചറിൽ മരുന്നടിക്കുന്നുണ്ട് ചെടികൾക്കൊക്കെ. ഇതിന് രണ്ടാമത്തെ എന്താണ്? വെള്ളത്തിലൊക്കെ
ഒരുപാട് വേസ്റ്റ് കൊണ്ടുവന്ന് ഡംപ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഈസിൻ ത്രോയിങ് ഓഫ് വേസ്റ്റ് സറൗണ്ടിങ് ഹാംഫുൾ ടു ഹാബിറ്റാറ്റ്സ്. ഈ ഒരു പരിസരങ്ങളിലൂടെ നമ്മുടെ സറൗണ്ടിങ്സിലൂടെ വേസ്റ്റൊക്കെ വലിച്ചെറിഞ്ഞ് കളയുന്നത് ഹാബിറ്റാറ്റ്സിന് ഹാംഫുൾ ആയിട്ടുള്ളൊരു കാര്യമല്ലേ. ഡിസ്കസ് ആൻഡ് റൈറ്റ് അബൌട്ട് ദോസ് ആക്ടിവിറ്റീസ് വിച്ച് പൊല്യൂട്ട് ദ സോയിൽ. മണ്ണിനെ നശിപ്പിക്കുന്ന മനുഷ്യരുടെ ആക്ടിവിറ്റീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ്. ഒന്നെന്താണ് എക്സസീവ് യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ് ഇൻ ഫാംസ്. 2 എക്സസീവ് യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. അപ്പോൾ കെമിക്കലായിട്ടുള്ള കീടനാശിനികളും അതുപോലെ തന്നെ വളങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. ദെൻ ഡംപിങ് ഓഫ് വേസ്റ്റ് മെറ്റീരിയൽസ് എന്ന് പറയാല്ലേ, വേസ്റ്റൊക്കെ ഒന്നിച്ച് കൊണ്ടുപോയി തട്ടുന്നത്. ദെൻ മൈനിങ്. ഇതൊക്കെ എന്താണ് ഈ ഒരു സോയിലിനെ പൊല്യൂട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഹൗ ഡസ് സോയിൽ പൊല്യൂഷൻ അഫക്റ്റ് എക്കോസിസ്റ്റം. എങ്ങനെയാണ് സോയിൽ പൊല്യൂഷൻ എക്കോസിസ്റ്റത്തെ അഫക്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്ത് എഴുതാനാണ്. എങ്ങനെയായിരിക്കാം സോയിൽ പൊല്യൂട്ടഡ് ആവുന്നതോടുകൂടി ഒരുപാട് ജീവജാലങ്ങൾക്ക് അവരുടെ ഹാബിറ്റാറ്റ് നഷ്ടപ്പെടുന്നു, അങ്ങനെ അവർ എക്കോസിസ്റ്റത്തിൻ്റെ തകർച്ചയ്ക്ക് അത് കാരണമാവുന്നു എന്ന് പറയാം. വാട്ട് ആർ ദ അതർ ഫാക്ടേഴ്സ് വിച്ച് ഗെറ്റ് പൊല്യൂട്ടഡ് ലൈക്ക് ദിസ് ഇൻ അവർ സറൗണ്ടിങ്സ്. ഇനി സോയിൽ മാത്രമാണോ പൊല്യൂട്ടഡ് ആവുന്നത്, വേറെ എന്തൊക്കെ പൊല്യൂട്ടഡ് ആവും? എയർ പൊല്യൂഷൻ ഉണ്ട്, വാട്ടർ പൊല്യൂഷനൊക്കെ ഉണ്ട് അല്ലേ. ഒബ്സർവ് ദീസ് പിക്ചേഴ്സ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ സിറ്റുവേഷൻസ് ഓഫ് എയർ പൊല്യൂഷൻ. ഇനി എയർ പൊല്യൂഷൻ്റെ കുറച്ച് സിറ്റുവേഷൻസ് പറയുന്നുണ്ടല്ലോ. ഒന്നെന്താണ് ഫയർവുഡൊക്കെ കത്തിക്കുന്നതാണ്. 2 ഫാക്ടറീസിൽ നിന്ന് വരുന്ന പുക. പിന്നെ എന്താണ് കാട്ടുതീയിൽ നിന്ന് വരുന്ന പുക. പിന്നെ ഈ ഒരു ഫെർട്ടിലൈസേഴ്സ് അല്ലെങ്കിൽ പെസ്റ്റിസൈഡ്സ് ഒക്കെ അടിക്കുമ്പോൾ അത് ആ ഒരു എയറിലേക്ക് എയർ പൊല്യൂഷൻ നടക്കുന്നു. ഈ ഒരു 4 പിക്ചറാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഡിസ്കസ് ആൻഡ് റൈറ്റ് ഡൗൺ ദ ഹാംഫുൾ എഫക്ട്സ് ഓഫ് എയർ പൊല്യൂഷൻ. എയർ പൊല്യൂഷൻ്റെ ഹാംഫുൾ എഫക്ട്സിനെ കുറിച്ച് എഴുതാനാണ്. അപ്പോൾ എയർ പൊല്യൂഷൻ്റെ കുറച്ച് എഫക്ട്സ് അവിടെ ഒരു ബോക്സിൽ തന്നിട്ടുണ്ട്, അതൊന്ന് നോക്കാം. എയർ പൊല്യൂഷൻ ക്യാൻ ഹാവ് ഹാംഫുൾ എഫക്ട്സ് ഓൺ അവർ ഹെൽത്ത്. നമ്മുടെ ശരീരത്തിൽ നിന്നാണ് ഒരുപാട് ഹാംഫുൾ ആയിട്ടുള്ള എഫക്ട്സ് ഉണ്ട് ഈ ഒരു എയർ പൊല്യൂഷൻ കാരണം. എവ്രി ഇയർ അബൌട്ട് 7 മില്യൺ പീപ്പിൾ ഡൈ ഇൻ ദ വേൾഡ് ഡ്യൂ ടു വേരിയസ് ഡിസീസസ് കോസ്ഡ് ബൈ എയർ പൊല്യൂഷൻ. ഓരോ വർഷവും ഏകദേശം 7 മില്യൺ ആളുകൾ ഈ ഒരു എയർ പൊല്യൂഷൻ കാരണം വരുന്ന അസുഖങ്ങൾ ബാധിച്ചിട്ട് മരിക്കുന്നുണ്ട്. എയർ പൊല്യൂഷൻ ക്യാൻ ഹാവ് എ ഹാംഫുൾ എഫക്റ്റ് നോട്ട് ഓൺലി ഓൺ ഹ്യൂമൻസ് ബട്ട് ആൾസോ ഓൺ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. അതുപോലെ തന്നെ ഹ്യൂമൻസിന് മാത്രമല്ല പ്ലാന്റ്സിനും അനിമൽസിനൊക്കെ ഈ ഒരു എയർ പൊല്യൂഷൻ ബാധിക്കുന്നുണ്ട്. ഹാംഫുൾ എഫക്ട്സ് ഓഫ് എയർ പൊല്യൂഷൻ ആർ ഡിക്ലൈനിങ് ക്രോപ്പ് ഈൽഡ്സ്. ഇതിന് ഹാംഫുൾ എഫക്ട്സ് കുറച്ചാണ് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഡിക്ലൈനിങ് ക്രോപ്പ് ഈൽഡ്സ് ആണ്. ഓരോ കൃഷിയിൽ നിന്നും കിട്ടുന്ന വരുമാനം എന്താണ് ഡിക്രീസ് ചെയ്യുന്നു. ദെൻ ആസിഡ് റെയിൻ ഉണ്ടാവാം, ഗ്ലോബൽ വാർമിംഗ്, ഓസോൺ ഡിപ്ലീഷൻ, ഓസോൺ പാളിയുടെ നാശനഷ്ടം, ഇതൊക്കെ എയർ പൊല്യൂഷൻ കാരണം സംഭവിക്കാം. ഇനി താഴെ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതെന്താണ് വാട്ടർ പൊല്യൂഷനെ കുറിച്ചാണ്. ഇൻ വിച്ച് സർക്കംസ്റ്റാൻസസ് ഡസ് വാട്ടർ ഗെറ്റ് പൊല്യൂട്ടഡ്. വാട്ടർ പൊല്യൂട്ട് ആവുന്നത് എപ്പോഴൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ പിക്ചറിൽ പറഞ്ഞിട്ടുള്ള എന്താണ്, ഷിപ്പിൽ നിന്നുള്ള വേസ്റ്റ് ഓയിലൊക്കെ കടലിലേക്ക് എത്തുന്നു. പിന്നെന്താണ് പല വേസ്റ്റ് വാട്ടറും ഈ ഒരു വാട്ടർ ബോഡീസിലേക്ക് ഒഴുക്കി കളയുന്നതും വെള്ളത്തിനെ പൊല്യൂട്ടാക്കുന്നു. ഈ 2 പിക്ചറിൽ കൊടുത്തിട്ടുള്ളത് ആ 2 സിറ്റുവേഷനാണ്. വാട്ടർ ബിക്കം പൊല്യൂട്ടഡ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് വേരിയസ് കെമിക്കൽസ് ആൻഡ് ഓർഗാനിക് സബ്സ്റ്റൻസസ്. അപ്പോൾ ഒരുപാട് കെമിക്കൽസിൻ്റെയും അതുപോലെ ഓർഗാനിക് സബ്സ്റ്റൻസിൻ്റെയും ഒക്കെ പ്രസൻസ് കൊണ്ടാണ് വെള്ളം പൊല്യൂട്ടഡായി മാറുന്നത്. പൊല്യൂട്ടഡ് വാട്ടർ കോസസ് വേരിയസ് ഹെൽത്ത് ഇഷ്യൂസ് ആൻഡ് ഡിസീസ്. ഈ ഒരു പൊല്യൂട്ടഡ് വാട്ടർ നമ്മൾ ഉപയോഗിക്കുമ്പോൾ എന്താണ് ഒരുപാട് അസുഖങ്ങൾ വരും. വേസ്റ്റ് ഫ്രം ഫാക്ടറീസ് ആൻഡ് ഹൗസസ്. ഫാക്ടറീസിൽ നിന്നും വീടുകളിൽ നിന്നുള്ള വേസ്റ്റ്, പ്ലാസ്റ്റിക് വേസ്റ്റ്, പെസ്റ്റിസൈഡ്സ്, അത് കെമിക്കൽസ്, പെട്രോളിയം, ഇതൊക്കെ വെള്ളത്തിലേക്ക് കൊണ്ട് ഡംപ് ചെയ്യുന്നതോടുകൂടിയിട്ടാണ് വാട്ടർ പൊല്യൂഷൻ നടക്കുന്നത്. ദ ഡിക്രീസ് ഇൻ ദ ലെവൽ ഓഫ് ഓക്സിജൻ ഇൻ ദ വാട്ടർ ഈസ് ഡ്യൂ ടു പൊല്യൂഷൻ. ഈ ഒരു പൊല്യൂഷൻ കാരണം വെള്ളത്തിലുള്ള ഓക്സിജൻ്റെ എമൗണ്ട് വളരെയധികം കുറയുന്നു. ദിസ് ഈസ് എ ത്രെറ്റ് ടു ദ ലൈവ്സ് ഓഫ് ഓർഗാനിസം ലിവിങ് ഇൻ ദ വാട്ടർ. ഈ ഒരു വെള്ളത്തിലുള്ള ഓക്സിജൻ്റെ അളവ് കുറയുന്നത് വെള്ളത്തിൽ ജീവിക്കുന്ന ഫിഷ് പോലുള്ള ജീവികൾക്ക് വലിയൊരു അപകടമായിട്ടുള്ള കാര്യമാണ്. ഇനി ഇവിടെ ഒരു ഡയറി കൊടുത്തിട്ടുണ്ട്. ലെറ്റ്സ് റീഡ് ആദീസ് ഡയറി നോട്ട്. ആദിയുടെ ഡയറിയാണല്ലേ. ഈ ഡയറിയിൽ എന്താ കൊടുത്തേക്കുന്നത് നോക്കാം. നേച്ചേഴ്സ് ഫ്യൂരി. നേച്ചറിൻ്റെ ഫ്യൂരി എന്ന് പറഞ്ഞാൽ ദേഷ്യം. അവർ ഹൗസ് വാസ് ഓൺ എ ഹിൽ സൈഡ്. അവരുടെ വീടെന്താണ് ഒരു കുന്നിൻ ചെരുവിലായിരുന്നു. അവേഴ്സ് ഈസ് എൻ ഏരിയ ദാറ്റ് റിസീവ് ഗുഡ് റെയിൻഫാൾ. അതുപോലെ തന്നെ നല്ല മഴ കിട്ടുന്ന ഒരു സ്ഥലമായിരുന്നു. ദ മൺസൂൺ റെയിൻ വാസ് സ്ലാഷിംഗ് ഡൗൺ വിത്തൗട്ട് എനി സ്റ്റോപ്പ്. ഇറ്റ് വാസ് റെയിനിങ് ഹെവിലി. ദ വാട്ടർ ലെവൽ ഇൻ ദ റിവർ ഹാഡ് ആൾസോ റേസൺ. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു, വളരെ ഹെവി ആയിട്ടുള്ള മഴയുണ്ടായിരുന്നു. വാട്ടർ ലെവൽ പുഴയിലും റിവറിലും ലേക്കിലൊക്കെയുള്ള വാട്ടർ ലെവൽ കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇഫ് ദ വാട്ടർ ലെവൽ റോസ് ഫോർ അവർ ഹൗസ് വുഡ് ബി ഫ്ലഡഡ്. വീണ്ടും വെള്ളത്തിൻ്റെ എമൗണ്ട്
എമൗണ്ട് കൂടി കഴിഞ്ഞാൽ എന്താണ്, വീട്ടിലൊക്കെ വെള്ളപ്പൊക്കം അല്ലെങ്കിൽ വെള്ളം കയറുമെന്ന് പറയാണ്. In the evening it began to rain severely. There was no electricity. We were afraid of what would happen if the rain continued. അപ്പോൾ എന്താണ്, ഈവനിങ് ആയപ്പോഴേക്കും മഴ ശക്തമായി, കറണ്ടൊക്കെ പോയി, എല്ലാവരുടെ ഉള്ളിലും പേടി വരാൻ തുടങ്ങി. ഇനി മഴ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ എന്ത് സംഭവിക്കുമെന്ന്. We were paying attention to danger warnings. They were paying attention to danger warnings. പലപ്പോഴും അപകടത്തിൻ്റെ വാണിംഗ് സൂചനകളൊക്കെ കൊടുക്കുമല്ലോ, അതിന് കേൾക്കുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുകയായിരുന്നു അവർ. വി നോട്ടീസ് ദാറ്റ് ദ പെറ്റ്സ് ഇൻ ദ ഹൗസ് were disturbed and making unusual noise. പിന്നെ അവർ തിരിച്ചറിഞ്ഞ കാര്യമാണ്, വീട്ടിലുള്ള പെറ്റ്സ്, വളർത്തു മൃഗങ്ങളൊക്കെ ഡിസ്റ്റേബ്ഡ് ആയിരുന്നു, എന്തൊക്കെയോ സൗണ്ടൊക്കെ അവരുണ്ടാക്കുന്നുണ്ടായിരുന്നു. റിയലൈസിങ് ദ ഡേഞ്ചർ മൈ പാരൻസ് ടുക്ക് അസ് ടു ദ റിലേറ്റീവ്സ് ഹോംസ്. അങ്ങനെ ഈ ഒരു പ്രശ്നം എന്തോ വരാൻ പോകുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് ഇവരെന്താണ്, റിലേറ്റീവ്സിൻ്റെ ഒക്കെ ഹൗസ് വീടുകളിലേക്ക് പോവാണ്. ഷോർട്ട് ഡിസ്റ്റൻസ് അവേ ഫ്രം അവേഴ്സ്. ദ റെയിൻ ഡിഡ് നോട്ട് സ്റ്റോപ്പ്. വി ഫെൽ അസ്ലീപ്. ഇറ്റ് വാസ് ഇൻ ദ ഏർലി മോർണിംഗ് ദറ്റ് വി ഹേർഡ് ദ ഷോക്കിംഗ് ന്യൂസ്. അങ്ങനെ റിലേറ്റീവിൻ്റെ വീട്ടിൽ പോയിട്ട് അവർ കടന്നുറങ്ങാണ് രാത്രി. പിറ്റേ ദിവസം രാവിലെയാണ് ആ ഒരു ഞെട്ടിക്കുന്ന വാർത്ത അവരറിഞ്ഞത്. എന്തായിരുന്നു, മെനി പീപ്പിൾ ഡൈഡ് ഇൻ ലാൻഡ് സ്ലൈഡ്. മണ്ണിടിച്ചിൽ ഒരുപാട് പേര് മരിച്ചുപോയി. ദ ഡിസ്ട്രക്റ്റീവ് പവർ ഓഫ് ദാറ്റ് ഹ്യൂജ് നാച്ചുറൽ ഡിസാസ്റ്റർ വാഷ്ഡ് അവേ അവർ ഹൗസ്, സ്കൂൾ, സം ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് ആൻഡ് എൻ്റയർ വില്ലേജ്. അപ്പോൾ എന്താണ്, ആ ഒരു മഴയുടെ ശക്തിയിൽ അവരുടെ വീട്, സ്കൂള്, ഒരുപാട് കൂട്ടുകാരും റിലേറ്റീവ്സും എല്ലാവരും ആ ഒരു മഴയിൽ ഇല്ലാതായി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവർ വേറൊരു സ്ഥലത്തേക്ക് മാറിപ്പോയതുകൊണ്ട് രക്ഷപ്പെടുകയാണ് ചെയ്തത്. ഇതിനെക്കുറിച്ചുള്ള ഒരു അനുഭവമാണ് ഈ ഒരു ആദിയുടെ ഡയറിയിൽ എഴുതിയിട്ടുള്ളത്. ഹാവ് യു റെഡ് ആദീസ് ഡയറി? ഡു നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഒക്കെ ഇൻ വേരിയസ് പാർട്സ് ഓഫ് ദ വേൾഡ്? ലോകത്തിൻ്റെ പല ഭാഗത്തും ഇത്തരത്തിലുള്ള നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് കാണപ്പെടുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. വിച്ച് ആർ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഡു യു നോ? ഇനി നിങ്ങൾക്കറിയാവുന്ന കുറച്ച് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് എഴുതാനാണ്. ലാൻഡ് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ മണ്ണിടിച്ചിൽ, എർത്ത് ക്വേക്ക് എന്ന് പറഞ്ഞാൽ ഭൂമി കുലുക്കം, ദെൻ ഫോറസ്റ്റ് ഫയർ കാട്ടുതീ, ദെൻ ഫ്ലഡ് ഉണ്ട് വെള്ളപ്പൊക്കം, ഡ്രോട്ട് എന്ന് പറഞ്ഞാൽ വരൾച്ച, സുനാമി, അവലാൻഷെ എന്ന് പറഞ്ഞാൽ മഞ്ഞുരുകി വെള്ളമായിട്ട് ഒരു വെള്ളപ്പൊക്കം പോലെ വരുന്നതാണ്. Natural disasters cause great damage to environment and living things. Natural disasters can occur due to natural cause or human interference. അപ്പോൾ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് എന്താണ്, മനുഷ്യർക്കും മറ്റ് ലിവിങ് തിങ്സിനൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പലപ്പോഴും അത് നാച്ചുറലി സംഭവിക്കാം, അല്ലെങ്കിൽ മനുഷ്യരുടെ ഇടപെടലുകൾ മൂലവും സംഭവിക്കാം. ഒബ്സർവ് ദ കൊളാഷ്. ഇനി ഇവിടെ ഒരു കൊളാഷ് കൊടുത്തിട്ടുണ്ട്. അതിലെന്താണ്, മഴ റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂസാണ്. റെഡ് അലേർട്ടിനെ കുറിച്ചുള്ള ന്യൂസസാണ് കൊടുത്തിട്ടുള്ളത്. വാട്ട് ആർ ദീസ് വാർണിങ്സ് അബൌട്ട്? എന്തിനെ കുറിച്ചാണ് ഈ ന്യൂസ് നമ്മളെ വാൺ ചെയ്യുന്നത്? ഹെവി റെയിൻ ആണല്ലേ, ശക്തമായ മഴ വരുന്നു എന്നുള്ളതാണ്. വാട്ട് പ്രിക്വേഷൻസ് ഷുഡ് ബി ടേക്കൺ ഇഫ് എ ഫ്ലഡ് വാർണിംഗ് ഇസ് റിസീവ്ഡ്? ഡിസ്കസ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് പ്രസൻറ്റ് യുവർ സജഷൻസ്. ഇപ്പോൾ നിങ്ങൾക്കൊരു വെള്ളപ്പൊക്കത്തിൻ്റെ വാർണിംഗ് ലഭിക്കുകയാണ്, വെള്ളപ്പൊക്കം വരാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു വാർണിംഗ് ലഭിക്കുമ്പോൾ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം? സ്റ്റേ ഇൻഫോംഡ് അല്ലേ, ഒന്ന് കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് എപ്പോഴും ലഭിച്ചിരിക്കണം. മൂവ് ടു എ സേഫ് പ്ലേസ്, കുറച്ചുകൂടെ സുരക്ഷിതമായിട്ടുള്ളൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കണം. ദെൻ ഫ്രീ പെറ്റ്സ് ആൻഡ് ഡൊമസ്റ്റിക് അനിമൽസ്. വീട്ടിലെന്തെങ്കിലും വളർത്തുമൃഗങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവയെ എന്താണ് അയച്ചു വിടണം അല്ലേ. അവയെ കൂട്ടിൽ കെട്ടിയിട്ട് കഴിഞ്ഞാൽ പലപ്പോഴും അവരുടെ ജീവൻ നഷ്ടപ്പെടും. ടേൺ ഓഫ് ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ്. പിന്നെ നിർബന്ധമായിട്ടും ചെയ്യുന്നത് വീട്ടിലുള്ള ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സിനൊക്കെ ഓഫാക്കി വെക്കുക. അതുപോലെ ഒബേ ഇൻസ്ട്രക്ഷൻസ്. പോലീസുകാരോ റെസ്ക്യൂ ടീമൊക്കെ തരുന്ന ഇൻസ്ട്രക്ഷൻസ് കറക്റ്റായിട്ട് പാലിക്കുക. ഇപ്പോൾ ഒരു പ്ലേസിൽ നിന്ന് മൂവ് ചെയ്യാൻ പറയുമ്പോൾ കറക്റ്റായിട്ട് അവിടെ നിന്ന് വേറെ സേഫായിട്ടുള്ള സ്ഥലത്തേക്ക് മാറി താമസിക്കുക. അങ്ങനെ അവർ പറയുന്ന ഇൻസ്ട്രക്ഷൻസൊക്കെ പാലിക്കുക. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ ഒരു ഡിസാസ്റ്റേഴ്സിൽ നിന്നും പ്രിക്വേഷൻസ് എടുക്കാൻ സാധിക്കുക. There are systems to give warnings about natural disasters. If precautions are taken based on these warnings, it is possible to provide protection to life and environment. പലപ്പോഴും ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് വാർണിങ്സും ഇൻസ്ട്രക്ഷൻസൊക്കെ തരാനുള്ള സിസ്റ്റംസ് ഉണ്ട്. അപ്പോൾ അവർ പറയുന്നത് കറക്റ്റായിട്ട് കേട്ട് അതിനനുസരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പ്രൊട്ടക്ഷൻ ഓഫ് എക്കോസിസ്റ്റം. ഇപ്പോൾ എക്കോസിസ്റ്റത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ഇനി എക്കോസിസ്റ്റത്തെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്. കൗണ്ട്ലെസ് ഓർഗാനിസംസ് അത് ഓൺ ലാൻഡ് ആൻഡ് സീ. കരയിലും കടലിലുമായിട്ട് എന്താണ് എണ്ണാൻ കഴിയാത്ത അത്രയും ഓർഗാനിസംസ് ഉണ്ട്.
How beautiful it is to see them living in harmony with nature. Organisms find their food and habitat from ecosystem. ഈ ഒരു എക്കോസിസ്റ്റത്തിൽ നിന്ന് ഫുഡും അവയ്ക്ക് ആവശ്യമായ ഹാബിറ്റാറ്റൊക്കെ കണ്ടെത്തി വളരെ മനോഹരമായിട്ട് ഇവർ ജീവിക്കുന്നുണ്ട് അല്ലേ. എക്കോസിസ്റ്റംസ് ഫോം ദ ബേസ് ഫോർ ലൈഫ് ആൻഡ് ഇറ്റ്സ് ഡൈവേഴ്സിറ്റി. എക്കോസിസ്റ്റമാണ് അവരുടെ ജീവിതത്തിൻ്റെ ഒരു ബേസ് ആയിട്ടുള്ള കാര്യം. ഇറ്റ്സ് അവർ ഡ്യൂട്ടി ടു പ്രൊട്ടക്റ്റ് അവർ എക്കോസിസ്റ്റം. അത്തരത്തിലുള്ള അത്രയും പ്രാധാന്യമുള്ള ആ ഒരു എക്കോസിസ്റ്റത്തെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് നമ്മൾ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഡ്യൂട്ടിയാണ്. വി ഷാൾ ആൾസോ പാർട്ടിസിപ്പേറ്റ് ഇൻ ആക്ടിവിറ്റീസ് ടു പ്രൊട്ടക്റ്റ് എക്കോസിസ്റ്റം. എക്കോസിസ്റ്റത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസിലൊക്കെ നമുക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഇനി ഇതിൻ്റെ ആക്ടിവിറ്റീസ് നോക്കാം. കണക്ട് ഓർഗാനിസംസ് വിത്ത് എ ഹാബിറ്ററ്റ്. ഓർഗാനിസംസും അവയുടെ ഹാബിറ്റാറ്റും നമ്മൾ ജോയിൻ ചെയ്യാനാണ്. വെയിൽ എന്ന് പറഞ്ഞാൽ തിമിംഗലം എവിടെയാണ് കാണപ്പെടുന്നത്? ഓഷ്യനിലാണ് അല്ലേ. ദെൻ പെൻഗ്വിൻ ഉള്ളത് പോളാർ റീജിയനിലാണ്. സ്പോട്ടഡ് ഡിയർ അവയുള്ളത് എന്താണ്? ഫോറസ്റ്റിലാണ്. ക്യാമൽ ഒട്ടകമുള്ളത് ഡെസേർട്ടിലാണല്ലേ. ഇങ്ങനെ ലൈൻസ് വെച്ച് കണക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ സെക്കൻഡ് question, visit an ecosystem in your area and write down the names of the organisms you find there. Find out their interdependence. നിങ്ങളുടെ ഏരിയയിലുള്ള ഏതെങ്കിലും ഒരു എക്കോസിസ്റ്റം വിസിറ്റ് ചെയ്യുക, അവിടെയുള്ള ഓർഗാനിസംസിൻ്റെ പേര് ലിസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ അവയുടെ ഇൻ്റർഡിപ്പെൻഡൻസ് മനസ്സിലാക്കാനും കൂടിയാണ് പറഞ്ഞിട്ടുള്ളത്. തേർഡ് ആക്ടിവിറ്റിയിൽ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഈ ടേബിളിൽ ഓർഗാനിസംസും അവയുടെ അഡാപ്റ്റേഷൻസും ഉണ്ട്. അവ ജോയിൻ ചെയ്യാനാണ്. ആദ്യത്തെ ഫ്രോഗാണ്. ഫ്രോഗിൻ്റെ അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ബ്രീത്ത് ത്രൂ സ്കിന്ന്. ദെൻ സ്കിന്നിലൂടെ ശ്വസിക്കാനുള്ളൊരു കഴിവുണ്ട്. ദെൻ ഫിഷാണ്. ഫിഷിൻ്റെ അഡാപ്റ്റേഷൻ എന്താണ്? ബ്രീത്ത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഗിൽസിൽ ഫിഷിനാണല്ലേ. ഫിഷ് ഗിൽസിലൂടെയാണ് ശ്വസിക്കുന്നത്. തേർഡ് വാട്ടർ ലില്ലിയാണ്. വാട്ടർ ലില്ലിയുടെ അഡാപ്റ്റേഷൻ എന്താണ്? ദ ലീവ്സ് ഹാവ് എ വാക്സി കോട്ടിങ്. വാട്ടർ ലില്ലിയുടെ ലീവ്സിന് എന്താണ്? ഒരു വാക്സി കോട്ടിംഗ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളം അതിൽ തങ്ങി നിൽക്കില്ല, വെള്ളത്തിൽ പൊങ്ങി കിടക്കാനുള്ളൊരു കഴിവുമുണ്ട്. ദെൻ ക്യാമലിൻ്റെ ഫീച്ചർ എന്താണ്? പൊസസ് ഫ്ലാറ്റ് ഫീറ്റ് ദാറ്റ് ഡു നോട്ട് സ്കിങ് ഇൻ ദ സാൻഡ്. അവയുടെ കാൽപാദങ്ങൾ നിന്നാണ് ഫ്ലാറ്റ് ആയിരിക്കും, പരന്നിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ മണലിൽ ഇങ്ങനെ താഴ്ന്നു പോവില്ല. ദെൻ ക്യാക്ടസ് ഉണ്ട്, കള്ളിമുൾച്ചെടി. സ്റ്റോർ വാട്ടർ ഇൻ ദ സ്റ്റെം. അവയുടെ തണ്ടിൽ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു കഴിവുണ്ടല്ലേ അവയ്ക്ക്. അപ്പോൾ ഓരോ അഡാപ്റ്റേഷന് ഞാൻ നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ നേരെയായിട്ട് എഴുതി കൊടുക്കാം. ദെൻ എക്സ്റ്റൻഡ് ആക്ടിവിറ്റി ആയിട്ടൊരു ഡാറ്റ കളക്ഷനാണ് പറഞ്ഞിട്ടുള്ളത്. കളക്ട് ദ ഡാറ്റ റിലേറ്റഡ് ടു ദ വേസ്റ്റ് ഡിസ്പോസൽ ഇൻ യുവർ ഹൗസ് ആൻഡ് 5 നെയ്ബറിംഗ് ഹൗസസ്. നിങ്ങളുടെ വീട്ടിലും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള 5 വീടുകളിലും വേസ്റ്റ് എങ്ങനെയൊക്കെയാണ് ഡിസ്പോസ് ചെയ്യുന്നത് എന്നുള്ളത് ഈ ഒരു ഫോം ഉപയോഗിച്ചിട്ട് കളക്ട് ചെയ്യാനാണ് അതിനെക്കുറിച്ചുള്ള ഡാറ്റ. അതിലെന്താണ്? ഹൗസ് നെയിം എഴുതണം, പിന്നെ ഡേറ്റ് ആൻഡ് ടൈം, ആ ഒരു ഓണറിൻ്റെ പേര്, പിന്നെ ഇവർ ഓർഗാനിക് വേസ്റ്റ് എന്താ ചെയ്യുന്നത്, പ്ലാസ്റ്റിക് വേസ്റ്റ് എന്താ ചെയ്യുന്നത്, വാട്ടർ വേസ്റ്റ് എന്താണ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഈ ഒരു ഫോം ഉപയോഗിച്ച് ടിക്ക് ചെയ്തിട്ട് ഇങ്ങനെ 5 വീടുകൾ ഒപ്പം നിങ്ങളുടെ വീടിൻ്റെയും കൂടെ കളക്ട് ചെയ്യാനാണ്. രണ്ടാമത്തെ ആക്ടിവിറ്റി, കളക്ട് ദ പിക്ചേഴ്സ് ഓഫ് organisms that lives on land and in the water and prepare a digital album. ഒരു ഡിജിറ്റൽ ആൽബം ഉണ്ടാക്കേണ്ടത്. അതിൽ എന്തൊക്കെ ചെയ്യണം? ഓർഗാനിസംസ് ദാറ്റ് ലിവ് ഓൺ ലാൻഡ്, കരയിൽ ജീവിക്കുന്ന ഓർഗാനിസംസിൻ്റെ ഫോട്ടോയും അതുപോലെ തന്നെ വെള്ളത്തിൽ ജീവിക്കുന്ന ഓർഗാനിസത്തിൻ്റെ ഫോട്ടോസും യൂസ് ചെയ്തിട്ട് ഡിജിറ്റൽ ആൽബം പ്രിപ്പയർ ചെയ്യാനാണ് രണ്ടാമത്തെ എക്സ്റ്റൻഡഡ് ആക്ടിവിറ്റി. അപ്പോൾ ഈ ചാപ്റ്ററിൽ പലവിധ ഓർഗാനിസംസ്, അവ ജീവിക്കുന്ന സറൗണ്ടിങ്സ്, ഹാബിറ്റാറ്റ്, എക്കോസിസ്റ്റം, അതുപോലെ ഓരോ ജീവികളുടെ അഡാപ്റ്റേഷൻസ്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. കീപ് വാച്ചിങ്. താങ്ക് യു ഓൾ.